അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന നടത്തിവരുന്ന സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ശീർഷകത്തിലുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസൺ 25ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നു. കം ജദ്ദലത് കലിമാതുല്ലാഹി മിൻ ജദലി ഫീഹി വകം ഖസമൽ ബുർഹാനു മിൻ ഖസിമി കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മിയ്യി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വ തദീബി ഫിൽ യുതുമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള 2 വരികളാണ് ചർച്ച ചെയ്യുന്നത്. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് എത്രയെത്ര തർക്കങ്ങൾ അവിടുന്ന് ജയിച്ചു. വകം ഖസമൽ ബുർഹാനു മിൻ ഖസിമി, തെളിവുകൾ കൊണ്ട് എത്രയെത്ര എതിർവാദങ്ങളെ അങ്ങ് നേരിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വാസ്യതയിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ തർക്കക്കാരൊക്കെ അന്ന് മക്കയിലുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കലിമത്തുകളിലുള്ള സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിലുള്ള സംശയം, അതെല്ലാം പ്രകടിപ്പിച്ചിരുന്ന ആളുകൾ പക്ഷേ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ അവരെയൊക്കെ നിലംപരിശരാക്കി എന്നാണ് തങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി അവരെയൊക്കെ മറിച്ചിട്ടു എന്നാണ് തർക്കങ്ങളിലൂടെ. അതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് കൗസർ. അത്ര പോലും ചെറിയ ഒരു അധ്യായം മത്സരത്തിന് കൊണ്ടുവരാൻ ശത്രുക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ്. പലതവണ വെല്ലുവിളിച്ചു നോക്കി, പക്ഷേ അതൊന്നും അവർക്ക് കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, കം ജദ്ദലത് കലിമാതുല്ലാഹി മിൻ ജദലി ഫീഹി വകം ഖസമൽ ബുർഹാനു മിൻ ഖസിമി. യുദ്ധങ്ങൾ പറയുന്ന അധ്യായത്തിലാണ് അവസാനത്തെ വരിയിലായി ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൊണ്ടുവന്നത്. അഥവാ ഇതൊരു യുദ്ധസമാനമായിരുന്നു. വാളും കുന്തവും മാത്രമായിരുന്നില്ല ശത്രുക്കളുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് ഉത്തരം മുട്ടുകുത്തിക്കണം എന്നതായിരുന്നു നിരവധി ആളുകളുടെ ചോദ്യങ്ങളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വന്നവർ ഉദ്ദേശിച്ചിരുന്നത്. അവരെ ജൂതന്മാരുടെ പ്രേരണയാൽ പല പൗരാണിക ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കേണ്ടായി. ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം വളരെ വസ്തുനിഷ്ഠമായി യുക്തിഭദ്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ സഹായത്തോടെ, ഖുർആൻ്റെ സഹായത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഗുഹാവാസികളെക്കുറിച്ച്, അസ്ഹാബുൽ കഹ്ഫിനെക്കുറിച്ച് ചോദിച്ചു.
ദുൽഖർനൈനി ഇമാമിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെയും പരിശുദ്ധമായ ഖുർആന് നേരെയും നിരവധി ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ നൽകുകയും ചെയ്തു. ഖുർആൻ സൂക്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്നത് തന്നെ നബിയെ അവർ റൂഹിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉടൻ പരിശുദ്ധമായ ഖുർആൻ മറുപടി പറയുന്നു. അവർ ആത്മാവിനെക്കുറിച്ച് ചോദിക്കുന്നു, അവർ ദുൽഖർനൈനി ഇമാമിനെക്കുറിച്ച് ചോദിക്കുന്നു, അസ്ഹാബുൽ കഹ്ഫിനെക്കുറിച്ച് ചോദിക്കുന്നു എന്ന് ഉരുവിട്ടുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ അതിനെല്ലാം തക്കതായിരിക്കുന്ന മറുപടി നൽകി എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ അവർ പറഞ്ഞു പരത്തി. പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല എന്നതാണ്. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മിയി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വ തദീബി ഫിൽ യുതുമി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയായിരുന്നു, എഴുത്തും വായനയും അഭ്യസിച്ചിട്ടില്ല. അങ്ങനെ എഴുത്തും വായനയും അഭ്യസിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഉമ്മിയായിട്ട് ജീവിച്ച ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുറന്നുവിട്ട വിജ്ഞാനങ്ങൾ വളരെ മഹത്തരമായിരുന്നു. വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായി എന്നതാണ്. ഇത് തങ്ങളുടെ മുഅ്ജിസത്തായിട്ട് പറയാൻ ധാരാളമാണ് എന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുത്തും വായനയൊന്നും അഭ്യസിച്ചിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാഹ്യസഹായം ഇല്ലാതെ തന്നെ ഒരുപാട് വൈജ്ഞാനിക ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ്. ഇതിനെക്കുറിച്ചാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മിയി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വ തദീബി ഫിൽ യുതുമി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ അത് പറയുന്നുമുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി. ജനങ്ങളെ സംസ്കരിക്കുന്നതിന് വേണ്ടി നിരക്ഷര ജനതയിലേക്ക് അവരിൽപ്പെട്ട ഒരാളെ പ്രവാചകനായി നിയോഗിച്ചതിനെക്കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. അക്ഷരജ്ഞാനമില്ലാത്തവരിൽ അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചു അല്ലാഹു തആല. എന്നിട്ട് ആ പ്രവാചകൻ അവൻ്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്നു, അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്നു, അവരെ വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. മുമ്പ് അവർ വഖദമായിരിക്കുന്ന വലാലത്തിലായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയായിട്ടാണ് വളർന്നത് എന്നതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവുകൾ, അവിടുന്ന് അറിവിന് നൽകിയ പ്രാധാന്യം, അവിടുന്ന് അറിവ് പഠിപ്പിക്കുന്നവർക്ക് നൽകിയ പ്രാധാന്യം എല്ലാം കണക്കിലെടുത്തു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വലിയ ഇൽമിൻ്റെ ഉടമയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റൊന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യത്തീമായിട്ടാണ് ജീവിച്ചത്. യത്തീമിന് സംസ്കാരമുണ്ടാവുകയില്ല. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണ യത്തീമായിട്ടാണ് ജീവിച്ചത്. ജനിക്കുമ്പോൾ പിതാവില്ല, പിന്നീട് പിതാമഹൻ്റെ സംരക്ഷണത്തിൽ വളർന്നു. അധികം വൈകുന്നതിന് മുമ്പ് പിതാമഹൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനു മുമ്പ് മാതാവ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം പിതൃവ്യൻ്റെ കയ്യിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. ഇങ്ങനെയൊക്കെയായിട്ടും അനാഥത്വമുണ്ടായിട്ടും പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ
ഇതൊന്നും പ്രതികൂലമായിട്ട് ബാധിച്ചില്ല എന്നതാണ്. പൂർണ്ണമായിട്ട് യതീമായിട്ടാണ് വളർന്നത്. എഴുത്തും വായനയും പഠിച്ചില്ല, യതീമായിട്ടാണ് വളർന്നത്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടുകാരന്മാർ, അന്നാട്ടുകാർ, സ്വന്തം വീട്ടുകാർ, സ്വന്തത്തിലുള്ള അയൽവാസികൾ എല്ലാവരും വിളിച്ചിരുന്നത് വിശ്വസ്തൻ എന്നതായിരുന്നു. അത്രത്തോളം വലിയ ഒരു വിശ്വസ്തൻ എന്ന ഒരു നാമം ലഭിക്കുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസ്കാര സമ്പന്നനായി. ഇത് ഒരു ചെറിയ കാര്യമല്ല എന്നതാണ്. ഇത് അള്ളാഹു നൽകിയ വലിയ ഒരു അംഗീകാരമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. എന്നാൽ ഇത് തന്നെ ധാരാളം അവിടുത്തെ മുഅ്ജിസത്ത് എണ്ണിക്കൂടെ ധാരാളമായിട്ട് എന്നാണ് ഈ രണ്ട് ചരിത്ര സംഭവങ്ങൾ. എഴുത്തും വായനയും അഭ്യസിക്കാത്ത പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജ്ഞാനങ്ങളുടെ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചു എന്നതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണ യതീമായിട്ട് വളർന്നിട്ടും അവിടുത്തെ സംസ്കാരത്തിൽ എന്തെങ്കിലും ഒരു മോശം പ്രവർത്തനം ചെറിയ പ്രായത്തിൽ പോയും ഉണ്ടായിട്ടില്ല എന്നതും അവിടുത്തെ വലിയ മുഅ്ജിസത്തല്ലേ എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഓർമ്മിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സംസ്കാര സമ്പന്നനായിരുന്നു. ഒരുപാട് ഇൽമുകൾ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരുപാട് അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പകർന്നു കൊടുത്തിട്ടുണ്ട് എന്നതാണ്. മറ്റൊരു വിഷയം രണ്ടാമത്തെ വരിയിൽ ചർച്ച ചെയ്യുന്നത് അവിടുത്തെ സംസ്കാരമാകുന്നു, അദബാകുന്നു, മര്യാദയാകുന്നു. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വ തദീബി ഫിൽ യുതുബി. മര്യാദയില്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ വളരേണ്ടത്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മര്യാദ കാണിച്ചു ജീവിച്ചു എന്ന് മാത്രമല്ല, മര്യാദയുടെ ഒരു കോഴ്സ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്തു എന്നതാണ്. എന്ന് മാത്രമല്ല, ഒരുപാട് ഗുണപാഠങ്ങൾ, മര്യാദയുടെ ഒരുപാട് ഗുണപാഠങ്ങൾ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ, 3 പേർ ഒരുമിച്ചുള്ള ഒരു സ്ഥലത്ത് 2 പേർ മാറി നിന്ന് മൂന്നാമനെ കൂട്ടാതെ അദ്ദേഹം പരിചയമുള്ള ആളോ പരിചയമില്ലാത്ത ആളോ ആരാവട്ടെ സ്വകാര്യം പറയരുത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു വല്ലാത്ത അദബ് ഇന്നും അത്ഭുതമാകുന്നു. വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി തൻ്റേതല്ലാത്ത കാരണം കൊണ്ടാണ് അദ്ദേഹം വ്യഭിചാരപുത്രനായി മാറിയത്. എന്നാലും അദ്ദേഹം ജനിച്ചു, പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ വരുമ്പോൾ തൽഖീൻ ചെല്ലുന്ന സമയത്ത് ഏതൊരാളെയും ചേർത്ത് പറയുന്നത് പിതാവിലേക്കാണ്. എന്നാൽ തൽഖീനിൻ്റെ സമയത്ത് ചേർത്ത് പറയുന്നത് ഉമ്മയിലേക്കാണ്. ഇബ്ന അമത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൽഖീൻ തുടങ്ങുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രത്തോളം ഒരു മനുഷ്യൻ്റെ മാനം കാത്ത മറ്റാരെങ്കിലും ഭൂമിയിലുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കാര്യങ്ങൾ, അവിടുത്തെ ചെറിയ പ്രായത്തിലുള്ള ഈ സംസ്കാര സമ്പന്നത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിൽ അഥവാ വിജ്ഞാനത്തിലുള്ള ഒരുപാട് അറിവുകൾ, ഇതെല്ലാം തന്നെ ധാരാളമല്ലേ അവിടുത്തെ മുഅ്ജിസത്തുകളായിട്ട് എണ്ണിപ്പറയാൻ എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനികളെ, 8ാം ഫസലിലേക്ക് തുടക്കം കുറിക്കുന്നു മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കുകയാകുന്നു. 139 വരികളിലായിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടി പറഞ്ഞു. ഇനി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്കൊരപേക്ഷയുണ്ട്. ആ അപേക്ഷ പറയുകയാണ് മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു.
ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരിൻ മളാ ഫി ശിഅരി വൽ ഖിദമി ഇദ് ഖല്ലദാനിയ മാ തുഖ്ശാ അവാഖിബുഹു കഅന്നനി ബിഹിമാ ഹദിയുൻ മിനൻ നഅമീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിക്കുകയാണ്, നബിയെ, ഞാൻ ഒരുപാട് അപദാനങ്ങൾ പാടി അങ്ങേക്ക് സേവനം ചെയ്യുന്നത് എൻ്റെ ആയുസ് പാഴാക്കിയ കാവ്യജീവിതത്തിലെയും ഔദ്യോഗിക കൊട്ടാര ജീവിതകാലത്തെയും പാപങ്ങൾ മായ്ച്ച് കളയുന്നതിന് വേണ്ടിയാകുന്നു എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു വളരെ ഭവ്യതയോടെ താഴ്മയോടെ പറയാൻ. ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരിൻ മളാ ഫി ശിഅരി വൽ ഖിദമി. ഒരുപാട് പ്രകീർത്തനങ്ങൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മേൽ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ രാജസേവയിലും കവിതയിലുമായിട്ട് ചെലവിട്ട ഒരു കാലഘട്ടം എൻ്റെ യുവത്വത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ജീവിതത്തിൽ, എൻ്റെ കാവ്യജീവിതത്തിലും എൻ്റെ കൊട്ടാര ജീവിതത്തിലും ഒരുപാട് പാവങ്ങൾ അതുവഴി എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ പുറത്തു തരാൻ ഞാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. ഇതിന് സമാനമായിരിക്കുന്ന സംഭവങ്ങൾ മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ തന്നെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അഥവാ നബിയെ, ദോഷം പുറത്തു കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച് ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹും ഇത് തന്നെയാകുന്നു ലക്ഷ്യമിടുന്നത്. അദ്ദേഹം വലിയ ഒരു ഇബാദത്ത് ചെയ്തു. അത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് രചിച്ചു എന്നുള്ളതാണ്. ഈ രചനയാകുന്നു ഞാൻ ചെയ്യുന്ന വലിയ ഒരു ഇബാദത്ത്. ആ ഇബാദത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. ഇബാദത്ത് ചെയ്തു വെച്ചു, സുഹൃതം കൊണ്ട് തവസ്സുല് ചെയ്ത് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. ഇത് സത്യത്തിൽ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിന് എത്രയോ മുമ്പ് പരിശുദ്ധമായ ഖുർആൻ ഇത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുഹയിൽ കുടുങ്ങിയ ഗുഹാവാസികളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ അടച്ച പാറ സ്വയം നീങ്ങിക്കിട്ടാൻ വേണ്ടി സുഹൃതം കൊണ്ട്, അഥവാ അവർ മുമ്പ് ചെയ്തു പോയ ഇബാദത്തുകളെ കൊണ്ട് ഇടതേടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ആ ഗുഹാമുഖത്ത് അകപ്പെട്ട വലിയ പാറക്കല്ല് അല്പാൽപമായിട്ട് നീങ്ങി അവർ രക്ഷപ്പെട്ട ഒരു വലിയ ചരിത്ര സംഭവം പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബിയെ, ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എൻ്റെ നല്ല കാലഘട്ടത്തിൽ. അത് എൻ്റെ കാവ്യ ജീവിതത്തിലെ കാലഘട്ടത്തിലും എൻ്റെ കൊട്ടാര സേവന കാലഘട്ടത്തിലുമാകുന്നു. ആ രണ്ട് കാലഘട്ടത്തിൽ എന്നിൽ നിന്ന് കഴിഞ്ഞു പോയ ഇന്നലകളിലെ പാപങ്ങളെ പുറത്തു തരാൻ ഞാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. ഇത് ഖല്ലദാനിയമാ തുഖ്ശാ അവാഖിബുഹു കഅന്നനി ബിഹിമാ ഹദിയുൻ മിനൻ നഅമീം. എപ്രകാരമാണ് എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അഥവാ അത് എനിക്ക് എപ്രകാരം അത് മാലയായിട്ട് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ത്യം ഭയപ്പെടേണ്ടുന്ന കാവ്യസേവയും കൊട്ടാര സേവയും എൻ്റെ കഴുത്തിൽ തിക്തഫലം ഭയപ്പെടേണ്ട പാപമാലകൾ അണിയിച്ചു. ഇന്ന് ഞാൻ അത് രണ്ടും കാരണത്താൽ ഹറമിലേക്ക് ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങളെ ആനയിച്ചിട്ട് കൊണ്ടുപോവുക ഹജ്ജിന് പോകുമ്പോൾ സാധാരണയാണ്. അപ്പോൾ
ആ ബലിമൃഗങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി കഴുത്തിൽ ഒരു മാലയിടും. അതുപോലെയാകുന്നു ഞാൻ എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു വളരെ സങ്കടത്തോടുകൂടെ പറയുകയാണ്. മഹാനവറുകൾ മുമ്പ് കൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാവ്യം വളരെ പ്രശസ്തമായിരിക്കുന്ന കാവ്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അക്കാലഘട്ടത്തിലൊക്കെ അതിൽ വലിയ ജോലിയും വലിയ അനുഭവങ്ങളും ഒക്കെ ഉള്ള ആളായിരുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. കാരണം അക്കാലഘട്ടത്തിൽ കവികളെ സംബന്ധിച്ചിടത്തോളം രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്യാം, കൊട്ടാരത്തിൽ ജോലി ചെയ്യാം. പക്ഷേ കൊട്ടാരത്തിലെ കവികളൊക്കെ കൊട്ടാരത്തിലെ രാജാക്കന്മാരെ അവരെ കൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു, അവരെ പുകഴ്ത്തിയും മറ്റുമൊക്കെ. സത്യത്തിൽ ഇത് എത്ര സൂക്ഷിച്ചാലും ഈ രണ്ട് മേഖല, അഥവാ കൊട്ടാര സേവനം അല്ലെങ്കിൽ ഈ കാവ്യ സേവനം, ഇത് എത്ര സൂക്ഷിച്ചാലും അത് പാപക്കറ അതിൽ വീഴാതിരിക്കില്ല. എന്തുകൊണ്ട്? അവരെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ കള്ളങ്ങൾ ഒക്കെ വന്നേക്കാം. അത് രണ്ടുമാകുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഈ പാപക്കറ വീണ മനുഷ്യൻ കഴുത്തിൽ മാല വീണ ബലിമൃഗത്തെ പോലെയാണ് എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് പുറപ്പെടുന്നവർ അറവ് നടത്തി മാംസവിതരണം ചെയ്യാൻ ബലിമൃഗത്തെ കൊണ്ടുപോകൽ സുന്നത്തുണ്ട്. മുമ്പുള്ള കാഴ്ചകളൊക്കെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് അത് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അക്കാലഘട്ടത്തിൽ ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ വഴിയിലുള്ള ആളുകളൊക്കെ ഈ മൃഗത്തെ ശല്യപ്പെടുത്താതിരിക്കാൻ അല്ലെങ്കിൽ ഈ മൃഗത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ബലിമൃഗമാണ് എന്ന് അറിയാൻ വേണ്ടി ഒരു മാല കെട്ടും. അതുപോലെയായിട്ടുണ്ട് ഞാൻ എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്. അത് പക്ഷേ അഭിമാനമാലയല്ല, മോശം മാലയാകുന്നു. കാവ്യസേവ കൊണ്ടും കൊട്ടാര സേവ കൊണ്ടും വന്നു വീണ പാപമാല. ഇത് എൻ്റെ കഴുത്തിൽ കിടക്കുന്നതിനാൽ ഞാൻ ആർക്കും തിരിച്ചറിയാൻ പറ്റുന്ന പാപിയാണെന്ന് മഹാനവറുകൾ വളരെയധികം താഴ്മയോടുകൂടി പറയുകയാകുന്നു. താഴ്മ പ്രകടിപ്പിച്ച് പറയുകയാണ് എന്നർത്ഥം. അതാണ് ഇത് ഖല്ലദാനിയമാ തുഖ്ശ അവാഖിബുഹു കഅന്നനി ബിഹിമാ ഹദിയുൻ മിനൻ നഅമീം. അതുകൊണ്ട് കവിതരചനവും ആലാപനവും ഒരു പ്രവൃത്തി എന്ന നിലക്ക് തെറ്റല്ല. എന്ത് രചിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് തെറ്റും ശരിയും തീരുമാനിക്കുന്നത്. അതിൽ അശ്ലീലങ്ങളും തെറിയും പരിഹാസവും ഒക്കെ രചിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമായിട്ട് മാറും. എന്നാൽ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ അത് നല്ലതായിട്ടും മാറും. അതുപോലെയാകുന്നു അത്. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനവറുകൾ പറയാൻ, എൻ്റെ ആ രണ്ട് ജീവിതകാലത്തിൽ അല്ലെങ്കിൽ ആ രണ്ട് സേവന കാലഘട്ടത്തിൽ എന്നിൽ വന്ന ഒരുപാട് പാപങ്ങളൊക്കെ ഉണ്ട്. ആ പാപങ്ങളൊക്കെ പുറത്തു തരാൻ ഞാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടതേടിക്കൊണ്ട് മഹാനവറുകൾ പറയുകയാകുന്നു. ഈ വരി തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.